എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും നമസ്കാരം. 50 മിനിറ്റ് സംസാരിക്കും, അതിനുശേഷം 10 മിനിറ്റ് ചോദ്യം ചെയ്യാനുള്ള സമയമെന്നാണ്. ഞാൻ കഴിയുന്നത്ര 10-15 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കും. അതിനുശേഷം ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്നെങ്കിൽ അതിന് കുറച്ച് സമയം ആകാവുന്നത്രയും പിന്നീട് ബാക്കിയുള്ളത് എന്നാണ് കരുതുന്നത്. എനിക്ക് നിന്ന് സംസാരിച്ചാണ് കൂടുതൽ പാഠം. ഇരുന്നാൽ എങ്ങനെ ഇരിക്കും എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ചൊല്ലിക്കൊടുക്കാം. പിന്നെ സംഗീതം അഭിസാഹിത്യം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഞാനല്ല പേരിട്ടത്. മാതൃഭൂമിയിൽ അക്ഷരത്തിൻ്റെ ഈ ഉത്സവം നടത്തുന്നത് കേവലം ഉത്സവമായിട്ടല്ല എന്നെനിക്ക് തോന്നുന്നു. ഇത് ഒരു യജ്ഞം എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഉത്സവം എല്ലാവരുടെയും ആനന്ദത്തിൻ്റെ കുതിപ്പാണ്. സമൂഹത്തിൻ്റെ മുഴുവൻ ആനന്ദത്തിൻ്റെ കുതിപ്പാണ് ഉത്സവം. യജ്ഞമാകട്ടെ എല്ലാവർക്കും വേണ്ടിയുള്ള ആത്മസമർപ്പണം ആണ്. ഉത്സവം യജ്ഞമായി മാറുമ്പോൾ അതെല്ലാവർക്കും വേണ്ടി എല്ലാവരും ചെയ്യുന്ന സമർപ്പണം ആവും. അത് തന്നെയാണ് സമൂഹത്തിന് ഇന്ന് അല്ല എന്നും വേണ്ടിയിരുന്നത്. മാതൃഭൂമി 1924 മുതലെങ്കിലും ഈ മഹത്തായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. KP കേശവമേനോൻ തുടങ്ങിയെങ്കിലും ഉള്ളവരുടെ മാതൃഭൂമിയിലൂടെയുള്ള ദേശ ജന ക്ഷേമകരമായ കർമ്മങ്ങളെക്കുറിച്ച് കുട്ടിക്കാലം മുതൽ അല്പാൽപ്പം അറിവിരുന്നവരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മലയാള മണ്ണിന് മാതൃഭൂമി എന്നും വലിയ ഒരു ഹൃദയസ്പന്ദമായി നിലനിൽക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ അതിവേഗത്തിൻ്റെ കാലഘട്ടത്തിൽ ക്രമവേഗത്തിൻ്റെ വഴിയായ സംഗീതവും കവിതയും ചേർത്ത്